voices. എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ വന്ദനത്തെ സ്നേഹത്തെ അറിയിക്കുന്നു. Greetings to all of you in the name of our Lord and Savior ആമേൻ. Jesus എളിയവരെ Christ. ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് അവരുടെ ഭാവി കാര്യം ഓർത്ത് മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനായി നന്ദി. തുടർന്നും പ്രാർത്ഥനയെ ചോദിക്കും. Thank you for keeping our family in your prayers and continue praying. കുഞ്ഞുങ്ങളുടെ ഒരു സ്കൂൾ വർഷം പൂർത്തീകരിക്കാൻ കർത്താവ് സഹായിച്ചു. Academic year is completed for our children. കുഞ്ഞുങ്ങളോട് അവൻ വിശ്വസ്തനായിരുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം I thank ചെയ്യുന്നു. God for being faithful to our children. ആമേൻ. ഹല്ലേലൂയ. അവിടുത്തെ സ്കൂളുകളിൽ ആമേൻ ഗണ്ണുമായിട്ട് പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സ്കൂളുകളാണ്. I have heard there are schools where kids will go with guns. മഗ്നാലിയിലും അങ്ങനെ ഒരു ത്രട്ട് ഒരിക്കൽ ഉണ്ടാകുവാനിടയായി. Once a threat happened in Magnalia. എന്നാൽ സ്കൂളിൽ എത്താതെ അത് ആ മേഖലയെ പിടിക്കുവാൻ ഇടയായി. But they caught it before it arrived in the school. ആമേൻ. തലമുറകളെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു നൂറ്റാണ്ടിലാണ് കാലഘട്ടത്തിലാണ് നാം We ആയിരിക്കുന്നത്. live in times where kids are targeted. എന്നാൽ കൺമണി പോലെ സൂക്ഷിക്കുന്ന But ദൈവമുണ്ട്. we have a God who keeps us as the apple of his eye. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഭൂമിയിലെ യുദ്ധസേവ അവസാനിക്കുമ്പോൾ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവവുമുണ്ട്. At the same time, when our time here ends, we have a God who calls us by our names. കർത്താവിന്റെ ദാസൻ പ്രത്യാശനെ കുറിച്ച് ഇവിടെ സഞ്ജീവ സൂചിപ്പാനിടയായി. We discussed about Pastor Pratyash. മുളക്കുഴയിൽ പോയിട്ട് മടങ്ങി തന്റെ ആമേ ശുശ്രൂഷ മണ്ഡലത്തിലേക്ക് പോകുന്ന വഴിക്കാണ് പന്തളത്ത് വെച്ച് ആമേ ഹല്ലേലൂയ ആക്സിഡന്റ് ഉണ്ടായി ഈ ലോകത്ത് മാറ്റപ്പെടുവാനിടയായി. He was at his ministry and was going back. He met with a car accident. ആമേൻ. 28 വയസ്സ്. Only 28 years. തന്റെ വേല പൂർത്തീകരിപ്പാനിടയായി. His work was accomplished. മൺകൂടാരം ആമേ ഹല്ലേലൂയ നീക്കപ്പെടുവാൻ ഒരു മുഖാന്തരം ഉണ്ടായി എന്ന് മാത്രം. Earthly vessel was moved away. ആമേൻ. ദൈവത്തിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. All who have hope in the Lord, be bold. ഈ ഭൂമിയിലെ നമ്മുടെ ദിനങ്ങൾ മുമ്പോട്ടുള്ളത് അൺസർട്ടൻ ആണ്. Our days on this earth and forward are uncertain. എന്നാൽ നമ്മുടെ ഫ്യൂച്ചർ അൺസർട്ടൻ അല്ല. But our future is not അതിന്റെ uncertain. കാരണം നാം ആരെ വിശ്വസിച്ചിരിക്കുന്ന Because we know who we believe in. ആരുടെ ചുടുരക്തമാണ് നമ്മെ വീണ്ടെടുത്തതെന്ന് നാം We know whose അനുഭവിക്കുന്നു. blood is redeemed, has redeemed അവൻ us. നമുക്കായി ഭവനമൊരുക്കുന്നു. He is preparing a place for us. At any time കർത്താവ് വിളിച്ചാൽ പോകുവാൻ റെഡിയാണ്. We need to be ready to go whenever the Lord calls ഒരുങ്ങി us. പാർക്കുന്ന ദൈവജനം കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം Praise the കൊടുത്താണ്. Lord who Praise the prepared Lord. living like നമ്മുടെ that. ദൈവം Our വിശ്വസ്തനാണ്. God is a faithful കുടുംബ God. ജീവിതത്തിൽ അവൻ He is വിശ്വസ്തനായിരുന്നു. faithful in our family ജോലി lives. മണ്ഡലത്തിൽ ബിസിനസ് മേഖലയിൽ സ്റ്റഡീസിൽ കർത്താവ് In വിശ്വസ്തനായിരുന്നു. our places of work, in our business, our തലമുറകളോടുള്ള studies, He was ബന്ധത്തിൽ faithful. മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ അവൻ In വിശ്വസ്തനായിരുന്നു. regards to our parents and children, He was ആമേൻ. faithful. തുടർന്നും ആ കൃപയിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും പരിപാലിക്കുമാറാകട്ടെ. Let the Holy Spirit keep us in that grace. ആ മേഖലയിൽ furthermore. ദൈവം മാത്രമാണ് തന്റെ ജനത്തെ God അനുഗ്രഹിക്കുന്നത്. is the only one who blesses His people. ദൈവം മാത്രമാണ് തന്റെ ജനത്തിന്റെ ദുഃഖം He's മാറ്റുന്നത്. the only one who takes away their tears. ദൈവം മാത്രമാണ് തന്റെ ജനത്തിന്റെ വേദന വലിച്ചെടുക്കുവാൻ He's the only one ഇടയാകുന്നത്. who absorbs their pain ആമേൻ. away. ദൈവം മാത്രമാണ് തന്റെ ജനത്തിനൊരു ശുഭഭാവി He's the നൽകുവാൻ only one ഇടയാകുന്നത്. who gives us a good future ആ ahead. മേഖല നിങ്ങളെ കുറിച്ചുള്ള എന്റെ നിരൂപണങ്ങൾ തിന്മയ്ക്കായിട്ടല്ല. My plans for you is not ആമേൻ. for your നിങ്ങൾ downfall. കടന്നു പോകുന്ന അവസ്ഥകൾ തിന്മയ്ക്കായിട്ടല്ല. It's not for your troubles. ആമേ. or പ്രതീക്ഷയ്ക്ക് downfall. വിരുദ്ധമായി ചിലതൊക്കെ സംഭവിക്കുന്നുവെങ്കിൽ അത് തിന്മയ്ക്കായിട്ടല്ല. When things happen against ആമേൻ. your plans, ഹല്ലേലൂയ. it's not അത് for your downfall. നന്മയ്ക്കായിട്ടത്രേ. It is for your good. അത് നന്മയ്ക്കായിട്ടത്രേ. It happens for good. ഇത് സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടാ. This is ആമേൻ. ഹല്ലേലൂയ. the Lord of hosts. നീ കടന്നു പോകുന്ന അനുഭവങ്ങൾ തിന്മയ്ക്കായിട്ടല്ല. The experiences you're going ആമേൻ. through is ഇത് not for your നന്മയ്ക്കായിട്ടാ. downfall. It is for your നിന്റെ good. അനുഗ്രഹത്തിനായിട്ടാ. It's for your blessing. ആമേൻ. നീ രൂത്തിലെ പോലെ അനുഗ്രഹിക്കപ്പെടുവാനാ. Because you're going to be blessed ആമേൻ. like നീ Ruth. എസ്തേറിനെ പോലെ You need to പ്രശോഭിക്കപ്പെടുവാനാ. shine like ആമേൻ. Esther. നീ അനേകർക്കൊരു വിടുതലായി For you to മാറേണ്ടതിനാ. be a deliverance for ആമേൻ. many. ഹല്ലേലൂയ. യാക്കോബ് തള്ളിയതിനെ ആമേൻ മാതാവാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. God who makes what Jacob tossed away as mother. Praise the Lord. Amen. Praise the Lord. Hallelujah. ആമേൻ. സംഖ്യാപുസ്തകം ആമേൻ 6-ാം അധ്യായം അതിന്റെ 25, 26 വാക്യങ്ങൾ. Numbers 6:25 and 26. ആമേൻ. ദൈവം മാത്രമാണ് തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നവൻ. God is the only one who blesses His ആമേൻ. people. ദൈവമാണ് അവരെ സൂക്ഷിക്കുന്നത്. He keeps them. ദൈവത്തിന്റെ മുഖം അവരുടെ മേൽ പ്രകാശിപ്പിച്ച് അവർക്ക് കൃപ നൽകുന്നു. He will make His face shine upon them and be gracious to them. ദൈവത്തിന്റെ മുഖം അവരുടെ മേൽ ഉയർത്തി അവർക്ക് സമാധാനം നൽകുന്നു. He will lift up His countenance on them and give them peace. Praise the Lord. Amen. ഇസ്രായേൽ മക്കൾ വിദൂരതയിൽ നിന്ന് ക്ലേശപ്പെട്ട് യാത്ര ചെയ്ത് ആമേൻ യെരൂശലേമിൽ എത്തുവാനിടയാകും. You see the Israelites traveling after lots of hardships, they reach Jerusalem. ആമേൻ. അവിടെ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. There is a presence of God അവിടെ there. തങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന പുരോഹിതന്മാരുണ്ട്. There are priests who stand interceding for them. തങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുവാൻ
ആമേ കുഞ്ഞാടിന്റെ രക്തവുമായി അതിപരിശുദ്ധ സ്ഥലത്തെ കടന്നു പോകുന്ന ഒരു There മഹാപുരോഹിതനുണ്ട്. is a high priest who goes into the most holy place for atonement of their sins. ആഴ്ചകളോളമുള്ള യാത്രകൾ, നടന്നുള്ള യാത്രകൾ ക്ലേശഭരിതമാണ്. This journey of weeks is very hard. ആമേ ഹല്ലേലൂയ. പലരും ദാനം ചെയ്യുന്ന ആഹാരമാണ് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ They കഴിക്കുവാനിടയാകുന്നത്. eat food that's given to them by others. ആമേൻ. എന്നാൽ അവർക്കൊരു വലിയ ആമേ പ്രത്യാശയുണ്ട്. But they have a big hope ആമേൻ. ahead of them. യെരൂശലേമിൽ ചെന്നാൽ തങ്ങളുടെ വിശപ്പ് മാറുവാനിടയാകും. When we reach Jerusalem, our ആമേൻ. hunger will go away. യെരൂശലേമിൽ ചെന്നാൽ തങ്ങളുടെ ദാഹം Our മാറുവാനിടയാകും. thirst will be quenched ആമേൻ. at Jerusalem. യെരൂശലേമിൽ ചെന്നാൽ തങ്ങളുടെ ഹല്ലേലൂയ രോഗം മാറുവാനിടയാകും. Diseases will be healed when I ആമേൻ. reach Jerusalem. യെരൂശലേമിൽ ഒരു ദേവാലയമുള്ളതാണ് അതിന് കാരണം. There's a reason is there's a temple in ആമേൻ ഹല്ലേലൂയ. Jerusalem. ദേവാലയത്തിൽ ദൈവ സാന്നിധ്യമുള്ളതാണ് അതിന് Presence കാരണം. of God in the temple is the reason for that. Praise the Lord. Hallelujah. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? We pray. എന്താ പ്രാർത്ഥിക്കുന്നത്? What do we pray? കർത്താവേ, നിന്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടിയാലും Lord, when 2 or 3 gather in your name, ആമേൻ ഹല്ലേലൂയ, നിന്റെ സാന്നിധ്യം അവിടെ. your presence is there. Praise the Lord. Amen. ആമേൻ. ദൈവ സാന്നിധ്യമുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. It's a confidence we have. ആമേൻ. ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ അത് അനുഭവിപ്പാനിടയാകണം. We need to experience God's if there is presence is God's presence. experienceable. അവന്റെ സാന്നിധ്യം We അനുഭവവേദ്യമാണ്. need to experience His ആമേൻ presence. ഹല്ലേലൂയ. 168 മണിക്കൂറിൽ 2-2.5 മണിക്കൂർ ആരാധിപ്പാൻ ലഭിച്ചിട്ട് ദൈവ സാന്നിധ്യമുള്ളിടത്ത് അത് അനുഭവിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ Amen. Out of 168 hours and 2.5 ആമേൻ hours, if we ഹല്ലേലൂയ, can't experience His ദൈവം നമ്മെ presence, സ്പർശിക്കണം ആരാധനാലയത്തിൽ. we have to get touched by Him ദൈവം in this നമ്മുടെ church. തലമുറകളെ സ്പർശിക്കണം Our ആരാധനാലയത്തിൽ. children needs to be touched in the place of worship. ദൈവം നമ്മുടെ ജീവിത അനുഭവങ്ങളെ സ്പർശിക്കുവാനിടയാകണം Our ആരാധനാലയത്തിൽ. lives, walks should be touched by the Lord in the place of ദൈവം worship. നമ്മുടെ തലമുറകളുടെ ബുദ്ധിമണ്ഡലത്തെ തൊടുവാനിടയാകണം God ആരാധനാലയത്തിൽ. should touch the minds of our children in the place of worship. ആമേൻ ഹല്ലേലൂയ. Hallelujah. വചനമയച്ചുള്ള വിടുതൽ He will നടക്കുവാനിടയാകണം. send His word and deliver. ആമേൻ ഹല്ലേലൂയ. ഇസ്രായേലിയർക്ക് ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു, ആശയുണ്ടായിരുന്നു, പ്രത്യാശയുണ്ടായിരുന്നു. The Israelites had a great hope. ആമേൻ ഹല്ലേലൂയ. എല്ലാവരും ആരോഗ്യമുള്ളവരല്ല. All of them are not ആമേൻ healthy. ഹല്ലേലൂയ. രോഗികളായിട്ടുള്ളവരുണ്ട്, Some of them are sick. പ്രായമുള്ളവരുണ്ട്, Some of them are aged. ആമേൻ സഹോദരിമാരുണ്ട്, There are sisters. ആമേൻ ഫാമിലി വേയിലുള്ളവരുണ്ട്, People with families. ആമേൻ ഹല്ലേലൂയ. ആമേൻ കുഞ്ഞുങ്ങളുണ്ട്, There are kids and ആമേൻ children. ഹല്ലേലൂയ. യാഗം കഴിക്കുവാനുള്ള മൃഗങ്ങളോ പക്ഷികളോ കയ്യിലുണ്ട്. There are animals and birds that has to be offered up as sacrifice. ഇവയെല്ലാമായിട്ടാണ് പോകുന്നത്. They're carrying all of ഇതിനെ this in that ഒന്നിനെയും journey. വിട്ടു പോകുവാൻ Not സാധ്യമല്ല. one of it can be left ഇതിനെ behind. എല്ലാം കൊണ്ടുപോയേ You മതിയാകൂ. got to take all of this to worship. യാത്ര ഹല്ലേലൂയ ക്ലേശകരമാണ്. This is a hard journey. ആമേ കള്ളന്മാരാളുടെ ആപത്ത് കൂടെ ഉണ്ട്. There are thieves in the ആമേൻ. way. വിശപ്പ് ദാഹമില്ല പ്രശ്നമല്ല. Hunger and thirst are ആമേൻ. not a ദാഹം problem. പ്രശ്നമല്ല. Thirst is not a problem. എങ്ങനെയും അവിടെ ചെന്നെത്തിയാൽ മതി. Somehow you can reach എന്നാൽ there. ഇടയ്ക്കുള്ള കള്ളന്മാരുടെ ആപത്ത്. But there are robbers in എന്നാൽ between. അതിന്റെ മധ്യത്തിൽ രാജാവിന്റെ സൈൻ പോസ്റ്റുകളുണ്ട്. But there are also the signs from ആമേൻ. the king. ഇതെല്ലാം ഒരുപോലെ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. All of this increases their ആമേൻ. നീ faith. കാനാവിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, If you have started from നീ Cana, നസ്രത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് If you started എങ്കിൽ, from Nazareth, നീ കബർനഹൂമിൽ നിന്ന് Hallelujah. പുറപ്പെട്ടിട്ടുണ്ട് If you എങ്കിൽ, started from Capernaum, ആമേൻ, നീ ഹല്ലേലൂയ യഹൂദിയിൽ ചെന്നെത്തുവാനിടയാകും. till Judea you will ആമേൻ reach. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ ആലയത്തിൽ Hallelujah. You will ചെന്നെത്തുവാനിടയാകും. reach the temple. ആമേൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്ക് പെരുവഴികളുണ്ട്. Oh, in the minds of these are the highways to ആപത്തുകൾ Zion. ഉണ്ടാകാം, അപകടങ്ങൾ There ഉണ്ടാകാം, could be troubles and പ്രതിസന്ധികൾ problems. ഉണ്ടാകാം, There could be hardships and ആമേൻ, troubles in the way. പ്രതികൂലങ്ങൾ ഉണ്ടാകാം, ചൂടുണ്ടാകാം, There കാറ്റുണ്ടാകാം. could be cold, hot, there could be എന്നാൽ problems. നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് But your aim and your ആമേൻ target ഹല്ലേലൂയ, is സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള അവൻ Hallelujah. യെരൂശലേമാണെങ്കിൽ നീ അവിടെ ചെന്നെത്തുക തന്നെ ചെയ്യും. if Jerusalem is your destination, you will reach there. Praise the Lord. Hallelujah. ആമേൻ. വലിയ ആഗ്രഹത്തോടെയാ പോകുന്നത്. They're going with high hopes. അതിൽ ഇച്ഛാഭംഗമുള്ളവരുണ്ട്, ഇച്ഛാഭംഗമുള്ളവരുണ്ട്. Praise the Lord. Hallelujah. ആമേൻ. ആഗ്രഹത്തിന്റെ ആമേൻ ഹല്ലേലൂയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ആഗ്രഹം പൂർത്തിയാകാതെ People who not have their dreams fulfilled. ആമേൻ. അവർ ഇടയ്ക്കിടയ്ക്ക് നോക്കും. They look at times. തങ്ങളുടെ കയ്യിലുള്ള ആ ചെറിയ പക്ഷിയെ, They look at the little bird in their ആ hands. കുറുംപ്രാവിനെ, The little pigeon that they have. ആഗ്രഹിച്ചത് ഒരു ആട്ടിൻകുട്ടിയുമായിട്ട് They പോകണമെന്നായി, wanted to take a goat. ആഗ്രഹിച്ചത് ഒരു കാളക്കിടാവുമായിട്ട് They wanted to take a പോകണമെന്നായിരുന്നു. ram. ആമേൻ. എന്നാൽ സാധിച്ചില്ല. But they couldn't afford it. They എങ്കിലും couldn't. യഹോവേ, ഒരു കുഞ്ഞു പക്ഷിയുമായാണെങ്കിലും നിന്റെ ആ ആലയത്തിലേക്ക് പോകുവാൻ എനിക്ക് കൃപ Hallelujah. നൽകിയതിനായി സ്തോത്രം. Jesus. ആഗ്രഹിച്ച Hallelujah. പലർക്കും അത് Hallelujah. സാധിക്കുന്നില്ല. എന്നാൽ ഒരു ചെറിയ പക്ഷിയുമായിട്ടാണെങ്കിലും നിന്റെ ആലയത്തിൽ കടന്നു പോകുവാൻ ഇടയാകുന്നത്
നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാകുന്നത്. ആമേൻ. നിന്റെ ആ മഹത്വം ഒന്ന് ദർശിപ്പാൻ ഇടയാകുന്നത്, ആ ആശീർവാദം ഒന്ന് പ്രാപിപ്പാൻ ഇടയാകുന്നത്. ഇതിനേക്കാൾ വലുതെന്താണുള്ളത്? ആമേൻ. ദൈവത്തിനും മഹത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. So they go forward carrying a little turtle dove in their hands, even if they wanted to have something big. ആമേൻ. ഹല്ലേലൂയ. ആഴ്ചകളിലെ യാത്രകൾ. This is a journey of weeks. ആമേൻ. കല്ലുകളും മുള്ളുകളുമുള്ള പാതയാണ്. This journey is not easy. എന്നാൽ There's അവർക്ക് stones and thorns. പ്രയാസമില്ല. They're not sad. കാരണം പോകുന്നത് സിയോനിലേക്ക്. Because they're going to Zion. ആമേൻ. സർവശക്തന്റെ They're going സാന്നിധ്യത്തിലേക്ക്. to the presence of the Almighty God. അവന്റെ തിരുനിവാസത്തിലേക്കാ പോകുന്നത്. He's going to his ആമേൻ. temple. അവിടെ യാഗമുണ്ട്, There is അവിടെ sacrifice. ശുദ്ധീകരണമുണ്ട്, There's purification. അവിടെ പാട്ടുണ്ട്, There is song. അവിടെ ആരാധനയുണ്ട്. There is worship. ആമേൻ. അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയാകുന്നു. We can praise God ആമേൻ. അവിടെ there. ശലോമോന്റെ ആമേഹല്യ മണ്ഡപമുണ്ട്. There is Solomon's അവന്റെ പ്രസംഗ പീഠമുണ്ട്. His ആമേൻ. stage അവിടെ is there. ശാസ്ത്രിമാരുണ്ട്. There are scribes. ആമേൻ. അവിടെ വചനമുണ്ട്. There is the word of ആമേൻ. God. ഞങ്ങൾ തൃപ്തരായി മടങ്ങി We will be വരുവാനിടയാകും. content and come back. Praise the Hallelujah. Lord. Hallelujah. ഈ ഒരു ആഗ്രഹം കൊണ്ട് അവർ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വഴിയുടെ ദൂരം അറിയാതെ യെരൂശലേമിൽ ചെന്നെത്തും. Because of this, they won't know the hardships of the journey. They'll ആമേൻ reach ഹല്ലേലൂയ. Jerusalem. ദിവസങ്ങൾ Hallelujah. പോകുന്നത് അറിയുന്നില്ല. They won't know days pass ആമേൻ. by. അവസാനം ആമേൻ ഹല്ലേലൂയ അവർക്ക് മടങ്ങി പോകേണ്ട സമയമാകും. There is a time where they have to go ആമേൻ. back. ചർച്ചക്കാരും ബന്ധുമിത്രാദികളും പരിചയക്കാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. Relatives and all your friends are അവരിൽ there. ചിലരും അവരിൽ എല്ലാവരുമായിട്ട് യാത്ര തിരിക്കും. They all start their journey ആമേൻ. ചിലർ together. ആമേൻ യഹൂദ്യ പ്രവിശ്യയാകുമ്പോൾ ആമേൻ തങ്ങളെ വിട്ട് കടന്നു പോകും. When Judea reaches, some will ആമേൻ. leave. ചിലർ കുറച്ചുകൂടെ മുകളിലേക്ക് വരും. പെരയാകുമ്പോൾ അവർ ആമേൻ തങ്ങളെ വിട്ട് കടന്നു Some പോകും. people will leave at Perea. ആമേൻ. അങ്ങനെ കുറെ പേര് ഗലീലയിലേക്ക് വരുമ്പോൾ കടന്നു When we reach പോകുവാനിടയാകും. Galilee, some will leave. Praise the Lord. Hallelujah. വേർപാട് ദുഃഖമല്ല. Separation is hard. കുഞ്ഞുങ്ങളുടെ സ്കൂൾ കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് കൂട്ടുകാരെ കെട്ടിപ്പിടിച്ചൊക്കെ ആമേൻ ഹല്ലേലൂയ യാത്ര പറഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. When our kids are done with vacation, we can see them leave their ആമേൻ. friends. ദൈവദാസന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലുത് സഭയുടെ ഫെയർവെൽ ആണ്. So the church's farewell is the hardest for pastors and ദൈവദാസന്മാരെ their സ്നേഹിക്കുകയും families. മാനിക്കുകയും കരുതുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, പ്രത്യേകിച്ച് അവിടെ തലമുറകളെ കരുതുന്ന സഭ വിട്ടിട്ട് പോരുമ്പോൾ ഒരു വലിയ സങ്കടം. It's hard to leave churches that love and പക്ഷേ care for ഇത് pastors and their പരദേശ families. മോക്ഷ യാത്രയാണ്. But this is a ആമേൻ sojourner's ഹല്ലേലൂയ. journey. അടുത്ത ആമേൻ സ്ഥലത്തേക്ക് പോയേ We have to മതിയാകും. go to the next place. ബേഥേലിൽ നിന്നാൽ പോരാ. We can't stand in ആമേൻ ഹല്ലേലൂയ. Bethel. പ്രവാചകനെ എപ്പോഴെടുക്കപ്പെടുന്നുവോ Whenever the ആമേൻ prophet's ഹല്ലേലൂയ, taken up, ആ ഒരു ദർശനത്തിന് സാക്ഷിയാകും. with that vision, എങ്കിലേ അവന്റെ പുതപ്പ് വീഴുകയുള്ളൂ. then only that blanket എങ്കിലേ falls. അടുത്ത ഒരു ശുശ്രൂഷ Hallelujah. പ്രാപിപ്പാൻ Then only we can കഴിയുകയുള്ളൂ. get the next Praise ministry. the Lord. Hallelujah. ആമേൻ. ഇതെല്ലാം അനുഭവിച്ചിട്ട് മടങ്ങി പോരുമ്പോൾ When you go back after all ആമേൻ this, ഹല്ലേലൂയ മടക്കത്തിന്റെ ഒരു പ്രയാസമുണ്ടോ? is there a ആമേൻ trouble? ഹല്ലേലൂയ. Are you അങ്ങോട്ട് sad about going പോയപ്പോൾ back? ഒരു വലിയ ശുഷ്കാന്തി You were ഉണ്ടായിരുന്നു. going with a big ആമേൻ. happy ചിലതൊക്കെ feeling. ചെയ്യുവാനാ പോയത്, You wanted to do ചിലതൊക്കെ things. അർപ്പിക്കുവാനാ You wanted to പോയത്, give things. ആമേൻ ഒന്ന് ആരാധിക്കുവാനാ You പോയത്, went to worship ആ there. സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുവാനാ പോയത്. You went to experience ആമേൻ that ഹല്ലേലൂയ. presence. ആമേൻ ഹല്ലേലൂയ. ചില സംഗതികളുമായിട്ടാണ് പോയത്. You took എന്നാൽ things with മടങ്ങി you. പോരുമ്പോഴോ But when you come back, Praise the Lord. hallelujah. Praise the Lord. Hallelujah. എന്നാൽ മടങ്ങി പോരുമ്പോൾ അതിനേക്കാൾ സന്തോഷമാണ്. But when you come back, you should be more ആമേൻ happy. ഹല്ലേലൂയ. അതിന് പല കാര്യങ്ങളുണ്ട്. There's a lot of reasons. ആമേൻ. ഒന്ന്, തങ്ങളുടെ യാഗം കർത്താവ് സ്വീകരിച്ചു. First thing, God accepted your ആമേൻ ഹല്ലേലൂയ. sacrifice. തങ്ങൾക്ക് ഹല്ലേലൂയ ഒരു വർഷത്തേക്കുള്ള അനുഗ്രഹം He's തന്നിരിക്കുകയാണ്. given you a blessing for ആമേൻ. 1 year. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. All sins are forgiven. യാഗങ്ങൾ സ്വീകരിക്കപ്പെട്ടു. Sacrifices are ആമേൻ accepted. ഹല്ലേലൂയ. ഒരു വർഷത്തേക്കുള്ള എല്ലാ പാപക്ഷമയും നൽകി. 1 year's worth of ആമേൻ. sins are atoned. പുതുവർഷത്തേക്കുള്ള അനുഗ്രഹം നൽകി. Blessed you for the new ആമേൻ. year. ആശീർവാദം നൽകി. Blessings. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ആശീർവാദം. The most important one is the ആമേൻ. blessings. അഥവാ കുഞ്ഞാടിന്റെ രക്തവുമായി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്ന മഹാപുരോഹിതൻ മടങ്ങി വന്നില്ല എങ്കിൽ, In case the high priest don't come back when he goes to the ആമേൻ most ഹല്ലേലൂയ. holy അവന്റെ place, കാലിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലയാൽ വലിച്ചവനെ പുറത്തെടുക്കേണ്ടി വന്നാൽ, if we have to bring him out with the chain tied to his ആമേൻ, hand, അതൊരു to his വലിയ feet, വേദനയായി that തീരുവാൻ. is a painful ആമേൻ. experience. അതുകൊണ്ട് അകത്തും മഹാപുരോഹിതൻ നിൽക്കുമ്പോൾ, So when the high priest ആമേൻ stands ഹല്ലേലൂയ, inside, അതിപരിശുദ്ധ സ്ഥലത്ത് അവൻ ചോരത്തളി നടത്തുമ്പോൾ, when he sprinkles blood in the ആമേൻ most ഹല്ലേലൂയ, holy ജനം place, ഹൃദയത്തിൽ വിറച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. people are shivering in their hearts and യഹോവേ, praying, ഞങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിക്കണമേ. Lord, forgive our sins. ആമേൻ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. Forgive our ഞങ്ങളുടെ shortcomings. കുറവുകൾ മഹാപുരോഹിതന്റെ മേൽ കണക്കിടരുതേ. Please don't count it on the ആമേൻ. high ഞങ്ങളുടെ priest. മഹാപുരോഹിതന്റെ കുറവുകൾ ക്ഷമിക്കണമേ. Forgive the sins of our high ആമേൻ. priest, അവിടെ Lord. ഞങ്ങളോട് കരുണയുള്ളവനാകണമേ. Be gracious to us, O അവിടെ Lord. ഞങ്ങളോട് മനസ്സിലുള്ളവനാകണമേ. Amen. God, be compassionate to അവിടെ us. ഞങ്ങളോട് ദീർഘക്ഷമയുള്ളവനാകണമേ. Be forgiving to us, O അവിടെ Lord. ഞങ്ങളുടെ Hallelujah. മഹാപുരോഹിതനെ
ദൈവത്തിന് ഞങ്ങളുടെ യാഗം സ്വീകരിച്ച് ആമേൻ അനുഗ്രഹിപ്പാൻ അധികാരമുള്ളവനായി, ആശീർവദിപ്പാൻ അധികാരമുള്ളവനായി ആമേൻ മടക്കി അയക്കണമേ. Bless and send our high priest back after he offers his sacrifices. മഹാപുരോഹിതൻ മടങ്ങി വരുമ്പോൾ When the high priest comes back, അവൻ തന്റെ രണ്ട് കരങ്ങളും വിരിച്ച് both of his hands, സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നിൽക്കുവാനിടയാകും. he looks into the heavens and he stands അല്പസമയം അങ്ങനെ നിന്നിട്ട് for some time he stays there. തന്റെ ജനത്തിന് നേരെ കണ്ടെത്തി തന്റെ കണ്ണുകൾ തുറക്കും. He'll open his eyes towards his people, കൈകൾ വീണ്ടും ഉയർത്തി extending his അവന് hands. പ്രകാരം പറയുവാനിടയാകും, He'll say like this, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് "May the Lord make his face to shine upon you, നിന്നോട് കരുണയുള്ളവനാകട്ടെ." be gracious to you. ആമേൻ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് May the Lord lift up his നിന്നോട് countenance, കൃപയുള്ളവനാകട്ടെ. let him be gracious to you. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി May the Lord lift up his നിനക്ക് countenance, സമാധാനം നൽകുമാറാകട്ടെ. give you peace. ഈ Hallelujah. ആശീർവാദം Hallelujah. അനുഭവിച്ചു When you കഴിയുമ്പോൾ, experience this ആമേൻ, ഈ blessing, അനുഗ്രഹം പ്രാപിച്ചു when കഴിയുമ്പോൾ you receive this അവരിൽ blessing, ചിലർ നൃത്തം ചെയ്യുവാനിടയാകും. some of them will dance. ആമേൻ. അവരിൽ ചിലർ ഓടി നടന്ന് മറ്റുള്ളവരെ Hallelujah. കെട്ടിപ്പിടിക്കുവാനിടയാകും. They'll embrace others. ആമേൻ. നമുക്ക് ഈ ഒരു Hallelujah. ഭാഗ്യം ലഭിച്ചുവല്ലോ. We have received this great grace. Praise the Lord. Hallelujah. എനിക്കറിയില്ല പ്രസംഗം ഇവിടെ നിർത്തണമെന്ന് തോന്നുന്നു. I don't know. I want to stop the sermon here. ആമേൻ. Amen. Praise the Lord. Hallelujah. Praise the Lord. Amen. ആമേൻ. കാരണം ചില മുഖങ്ങളിൽ ഒരു സന്തോഷം കാണാത്തതുകൊണ്ട് I'm not seeing some happy ആമേൻ. faces. ഒന്നും തരണ്ട, സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരുന്നു. Please be happy in the presence of the ആമേൻ. Lord. ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നില്ല. ദൈവം God brought us thus far. ദൈവം നിന്നെ മാനിച്ചില്ല. God ദൈവം has honored you thus ഇപ്പോ far. എന്തില്ല എന്നൊന്നും ഓർക്കാതെ, Don't think about what you don't ഇപ്പോൾ have. എന്താണ് പ്രതിസന്ധി എന്ന് നീ Don't ഓർക്കാതെ, think about the problem right മുമ്പിൽ now. നിനക്കൊരു നല്ല ഓട്ടം വെച്ചിട്ടുണ്ട് Look കേട്ടോ. at the race in front of ആമേൻ. you. ഹല്ലേലൂയ. നിനക്കൊരു Hallelujah. നല്ല ഓട്ടം വെച്ചിട്ടുണ്ട് There is a കേട്ടോ. good race ahead ആമേൻ. of നിന്നെ you. അവൻ ലക്ഷ്യത്തിലെത്തിക്കും. He will take you to your നീ ഒരു destination. അനുഗ്രഹമാകും. You will be a blessing. Hallelujah. ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നു. Ruth had only one thing in her ഹല്ലേലൂയ. mind. നീ പോകുന്നിടത്ത് ഞാനും Where പോകും. you go, I go. നിന്റെ ജനം എന്റെ ജനം, Your people, my people. നിന്റെ ദൈവം എന്റെ Your ദൈവം. God will be my ശിക്ഷാവിധി God. ഉണ്ടായി, There was ന്യായവിധി there ഉണ്ടായി, was judgment. പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെട്ടു, Her husband passed രണ്ട് away. ആൺമക്കൾ നഷ്ടപ്പെട്ടു. Two of the kids ആമേൻ. passed away. Sons passed away. മറ്റുള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞേനെ, If it was ഈ others, തള്ള ശാപം പിടിച്ച They തള്ളയാ. would say that this lady is cursed. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഇതിന്റെ എല്ലാ മധ്യത്തിൽ In midst of all that, രൂത്തിന് മാതാവിനെ തിരിച്ചറിയുവാൻ കഴിയും. Ruth understood Naomi. Praise the Lord. Amen. ആമേൻ. ഹല്ലേലൂയ. അതിനേക്കാൾ ഉപരിയായി More than that, അവൾ ആരാധിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞു. she realized the God who Naomi served. Praise the Lord. Hallelujah. അനുഗ്രഹമുണ്ടോ? Is there blessing? ജോലിയുണ്ടോ? Do you have പ്രൊമോഷൻ employment? ഉണ്ടോ? Do you have promotion? ആമേൻ. ഹല്ലേലൂയ. സാലറിക്ക് ബോണസ് ഉണ്ടോ? Do you get bonuses? Praise the Lord. Hallelujah. ആമേൻ. വലിയ സന്തോഷമാണ്. We're very happy. Praise the Lord. Hallelujah. എന്നാൽ നേരെ തിരിച്ചോ? But if it's the other way, ആമേൻ. ഇത് മനസ്സിലാക്കിയ ഭക്തനാ പാടിയത്. the saint who realized this, എന്തെല്ലാം വന്നാലും whatever കർത്താവിൻ happens, പിന്നാലെ I will follow my സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. happily will I follow. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ആമേൻ. രൂത്തിന് ഇത് മനസ്സിലായി പ്രിയമുള്ളവർ. Ruth understood this. ഓർപ്പ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് അവൾ മടങ്ങിപ്പോയപ്പോൾ, Orpah embraced, cried and അവൾ left. ആശ്രയം വെച്ചത് ഈ ലോകത്തിലായപ്പോൾ, When she depended on the ആമേൻ. world, ഹല്ലേലൂയ. തന്റെ മാതാവിന് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും, even though Naomi had these അവൾ experiences, കൈപ്പിന്റെ ഹല്ലേലൂയ ആമേൻ നീര് കുടിച്ചിറക്കിയെങ്കിലും, even she drank bitterness, ആമേൻ. ഹല്ലേലൂയ. അവൾ വേദനയുടെ തീച്ചൂളയിലൂടെ കടന്നുപോയെങ്കിലും, even though she went to the furnace of pain, ആ സമയത്തെല്ലാം അവൾ അനുഭവിച്ച ഒരു സമാധാനമുണ്ട്. there was a peace that ആമേൻ. Naomi ആ experienced. സമാധാനത്തിന്റെ പേര് ദൈവസമാധാനം That എന്നാ. peace is called peace of ആമേൻ. God. അർദ്ധരാത്രിയിൽ ഉറങ്ങാതെ നാഥന്റെ പാതവിടെ അവൾ കണ്ണുനീർ ഒഴുക്കിയത് അവൾ കണ്ടിട്ടുണ്ട്. She has seen Naomi spend ആമേൻ. time in ആമേൻ. tears in the ആമേൻ. Lord's ഓർപ്പ presence. കൂർക്കം വലിച്ച് ഉറങ്ങിയപ്പോൾ When Orpah sleeps, ആ മാതാവിന് അവൾ തുണയായി നിന്നു. Naomi stood by, ആമേൻ. Ruth അവളുടെ stood by കണ്ണുനീർ Naomi's തുടച്ചു. side. She wiped her ആമേൻ. tears അവൾ away. അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം അനുഭവിച്ചു. She experienced the presence of ആമേൻ. the ഈ Lord that ദൈവം Naomi experienced. ആരാണെന്ന് അവൾക്ക് മനസ്സിലായി. She realized who this ആമേൻ. God is. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, That is why she നീ says, പോകുന്നിടത്ത് ഞാനും where പോകും. you go, I go. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ജനം എന്റെ ജനം. Your people are my ആമേൻ. people. അടുത്തതാണ് വലുത്. The next one's a ആമേൻ. bigger thing. നിന്റെ ദൈവം എന്റെ Your ദൈവമാ. God will be my ആമേൻ. God. നിന്റെ ദൈവം എന്റെ ദൈവമാ. Your God will be ഇനി my God. എനിക്കൊരു എക്സിസ്റ്റൻസ് ഉള്ളത്. Whatever existence ആമേൻ. I have from നിന്റെ now on, ദൈവത്തിന്റെ വിസിനിറ്റിയിലാ. it's going to be in the vicinity of ആമേൻ. your നിന്റെ God. ദൈവത്തിന്റെ പ്രസൻസിലാ. It will be in the presence ഇനി of your എനിക്കൊരു God. എക്സിസ്റ്റൻസ് ഉള്ളത്.
fire exist ഈ anymore. ദൈവത്തിന്റെ സന്നിധിയിൽ We'll be in the presence of the Lord. Praise the Praise Lord. God. Praise the Hallelujah. Lord. Hallelujah. Praise the Lord. Hallelujah. ആമേൻ ഹല്ലേലൂയ. മടങ്ങി വന്നപ്പോൾ അയൽപക്കക്കാർ ഓടി വന്നു. When Naomi and her kids ആമേൻ returned, the ഹല്ലേലൂയ. neighbors came. എല്ലാവരും അവളെ വിളിച്ച് സംബോധന ചെയ്തു. Everybody addressed her. നയോമി നയോമി നയോമി. Naomi. ആമേൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയാ. Her eyes are filling ആമേൻ up അവൾ with tears. കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാ. She's showing actions with എന്നെ her ഇനി hands. അങ്ങനെ വിളിക്കരുത്. She's telling not to call ആമേൻ me എന്റെ like that. ജീവിതത്തിൽ അധികം കൈപ്പായത് സംഭവിച്ചു. Very bitterness is happening in my ആമേൻ life. രൂത്ത് ചേർന്ന് എന്ന് പറയുകയാ. Ruth stood by her ആമേൻ side and അമ്മച്ചി said, നമ്മൾ അപ്പത്തിന്റെ വീട്ടിൽ വന്നില്ലേ. Dear mom, we came back to ആമേൻ the ഇനി house നീ of bread. വിഷമിക്കരുത് കേട്ടോ. Don't be sad ആമേൻ ഇനി anymore. നീ ധൈര്യത്തോടെ നിന്നോളണം കേട്ടോ. Be bold. ആമേൻ നമ്മുടെ Hallelujah. ദൈവം നമ്മെ അനുഗ്രഹിക്കും. Our God will bless us. Praise the Lord. Hallelujah. ആമേൻ അത് കഴിഞ്ഞ് അവൾ കാലവറക്കുവാൻ പോകുകയാ. Then she goes to the field. ആമേൻ ഹല്ലേലൂയ. തന്റെ മാതാവ് വിശന്നിരിക്കരുത്. Her mom should not be ആമേൻ അവൾ hungry. വലിയ ദുഃഖം അനുഭവിച്ചവളാ. She's already suffered a ആമേൻ lot. തന്റെ മാതാവ് ഭാരപ്പെടരുത്. She should not burden ആമേൻ അവൾ again. കാലവറക്കുവാൻ പോകുകയാ. So she started picking up from the ആമേൻ field. അവിടെ ഒരു ആശീർവാദം അവൾക്ക് ഒരുക്കി വെച്ചു. There was a blessing in that field. Praise the Lord. Hallelujah. ആമേൻ ഇതാ പട്ടണത്തിൽ നിന്ന് ബോവസ് വരുന്നു. Boaz is coming from the ആമേൻ town. പണിക്കാരെല്ലാം വളരെ ജോഷായിട്ട് ചാടി എഴുന്നേറ്റ് All the workers- ആമേൻ ശബ്ദം കേട്ടപ്പോൾ നോക്കുന്നത് കണ്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? When the workers looked, what they see? ആമേൻ ഈ വയലിന്റെ ഉടമസ്ഥൻ വരികയാ. Owner of this field is ആമേൻ coming. ബോവസ് വരികയാ. Hallelujah. Boaz is coming. ആമേൻ ഹല്ലേലൂയ. അവളും തലവൊക്കി നോക്കി. Ruth still looked up, ആമേൻ lifted ഹല്ലേലൂയ. her head. എല്ലാവരെയും കണ്ടവരെ അനുഗ്രഹിച്ചു പോകേണ്ട ബോവസ്. Boaz, who should be blessing ആമേൻ others, എല്ലാവരോട് സമാധാനം പറഞ്ഞ ബോവസ്. who should talk peace to ആമേൻ others. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ യഹോവയായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ ജനം. Boaz, who should tell that, may the Lord ആമേൻ bless അവൻ you. അത് പറഞ്ഞ് കൊടുത്ത് പ്രാപിച്ച് മുമ്പോട്ട് പോകേണ്ടതാ. He should be walking forward ഈ saying that. ചെറിയ സഹോദരി ചെറിയ കുഞ്ഞവന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. But this humble servant of the ആമേൻ Lord ഹല്ലേലൂയ. was in his ആരാണ്? sight. Who is she? ആമേൻ ഹല്ലേലൂയ. നവോമിയോട് കൂടെ മോവാബിൽ നിന്ന് വന്നതാ. She's a lady who came with ആമേൻ Naomi from മോവാബ് Moab. ശാപത്തിന്റെ സ്ഥലമാ. Moab is a place of ആമേൻ curse. ഹല്ലേലൂയ. മോവാബിൽ നിന്ന് വന്നു. From Moab. ആമേൻ മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ Was anybody else? ആമേൻ ആ ശാപത്തിൽ നിന്ന് വന്ന നിനക്ക് എങ്ങനെ എന്റെ വയലിൽ വരുവാൻ They would ask you, how could a cursed person like you come to my അതിനെങ്ങനെ field? ധൈര്യം വന്നു? How did you come to ആമേൻ my അതേ field? ചോദിക്കത്തുള്ളായിരുന്നു. They would have asked the same. എന്നാൽ ബോവസ് അങ്ങനെയുള്ളവനല്ല. But Boaz was not a man അവൻ like that. ദൈവമുള്ളവനാ. He's a man with അവൻ the Lord. കൃപയുള്ളവനാ. He's a man who's അവൻ gracious. ദൈവത്താൽ He's മാനിക്കപ്പെട്ടവനാ. honored by the Lord. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. He's a blessed man. അവൻ ആ ചെറിയ റൂത്തിനെ ഒന്ന് നോക്കി. She took this humble Ruth എന്നിട്ട് and പറഞ്ഞു, said, മകളെ, Dear daughter, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകടിയിൽ ആശ്രയിച്ചു വന്ന നിന്നെ by the Lord under you, whom you have come under the wings of the Lord of Israel. ഇസ്രായേലിന്റെ ദൈവം May the അനുഗ്രഹിക്കുമാറാകട്ടെ. Lord of Israel bless you. ഇതിലും വല്ലതൊന്ന് വേണോ പ്രിയമുള്ളവർ? What more does she need? ഇതിലും വല്ലതൊന്ന് വേണോ? What more does she ആമേൻ. need? ഒരു അനുഗ്രഹം, A blessing. ഒരാശീർവാദം. A blessing. ആമേൻ ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ ആശീർവാദത്തിന്റെ വചനം. A word of blessing. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. രൂത്തിന് അത് പ്രാപിക്കാമെങ്കിൽ If Ruth got that, വാഗ്ദത്ത സന്തതിയുടെ ഹല്ലേലൂയ വലിയ വലിയ മെച്ചിയായി തീരാമെങ്കിൽ if she could be ആമേൻ ഹല്ലേലൂയ the mother of a ദൈവം നിന്നെ promised വെറുതെ child, കൊണ്ടുവന്നതല്ല ഇവിടെ. God did not brought ആമേൻ you ഹല്ലേലൂയ. just like നിന്റെ that. ചിന്തകളോട് വിട പറയുകയാ. You need to say bye ആമേൻ to your നിരാശയോട് thoughts. വിട പറയുകയാ. You need to say bye to your പത്മോസിൽ sadness. ആരാധിച്ച യോഹന്നാനെ ഓർക്കുക. You need to think of John, who ആമേൻ was in ഹല്ലേലൂയ. the സിംഹത്തിന്റെ island of കുഴിയിൽ Patmos. ദൈവത്തെ മഹത്വപ്പെടും ദാനിയേലിനെ You need to think ചിന്തിക്കുക. about Daniel in the lion of dens. ആമേൻ തീച്ചൂളയുടെ ഹല്ലേലൂയ നടുവിൽ കൂടെ നടക്കുന്ന എബ്രായ You need to ബാലന്മാരെ look at the ഓർക്കുക. Hebrew boys who were in the ആമേൻ furnace. ഇരുട്ടറയിൽ അടയ്ക്കപ്പെട്ട യോസഫിനെ ഓർക്കുക. Think about Joseph in the dungeon. സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട യോസഫിനെ ഓർക്കുകയാ. About Joseph in the well. You are much more dear and beloved to the Lord. Hallelujah. Praise the Lord. Hallelujah. കാരണം നീ Hallelujah. അവന്റെ പ്രിയപുത്രന്റെ രക്തത്താലാ You've been വീണ്ടെടുക്കപ്പെട്ടത്. redeemed by his dear ആ son's രക്തമാണ് blood. നിന്നെ കഴുകിയത്. That blood is the ആ one that washed രക്തമാണ് you. നിനക്ക് വിലയായി കൊടുത്തത്. That's the price that ആ was paid രക്തമാണ് for നിന്നെ you. ശക്തീകരിക്കുന്നത്. Hallelujah. That's the price ആ that's രക്തത്താൽ strengthening you. നിനക്ക് ജയമുണ്ട്. You are victorious by that blood. യേശുവിന്റെ രക്തം By the ജയം. blood of Jesus, യേശുവിന്റെ victory. രക്തം ജയം. Victory by the blood of Jesus. യേശുവിന്റെ രക്തം ജയം. Victory by the blood of Jesus. Hallelujah. Praise the Lord. Hallelujah. Praise the Hallelujah. Lord. Hallelujah. ആമേൻ. നന്ദി ചൊല്ലുവാനല്ലാതെ, Not other than not to നന്ദി thank. ചൊല്ലി തീർക്കുവാനും ജീവിതം പോരാ. God, my life is not enough to Praise the thank Lord. you. Hallelujah. ആമേൻ. ഈ ഇസ്രായേൽ മക്കൾ The children of ആമേൻ Israel, ഹല്ലേലൂയ ഇങ്ങോട്ട് വന്നത് വലിയ ആഗ്രഹത്തോടുകൂടെയാ. they're coming with a big ആമേൻ ഹല്ലേലൂയ. hope. ഇവിടെ അവർ ഒരു അനുഭവം പ്രാപിച്ചു. They want an ഒരു experience here. വർഷത്തേക്കുള്ള ഒരു അനുഭവം. An experience for ഒരു a year. വർഷക്കാലം വന്നതും മുഴുവൻ മുഖാന്തരമായി ആമേൻ സംഭവിച്ചതിന്റെ മേലൊരു ക്ഷമ. Because of what happened the last year, a അതും forgiveness over those sins. സർവശക്തന്റെ ക്ഷമ. Forgiveness from the ആമേൻ. Almighty അതിന് God. ശേഷമായി After that, ആമേൻ ഹല്ലേലൂയ സന്തോഷത്തോടെ പോകുക. they return happily. ആമേൻ തുള്ളി ചാടിക്കൊണ്ട്
കൊണ്ടുപോകുവാൻ dancing, ഒരു rejoicing. ആശീർവാദത്തിന്റെ വചനം. Get a word of blessing. Praise the Lord. Hallelujah. ഒരു ആശീർവചൻ. A blessing. Praise the Lord. Hallelujah. ആമേൻ. നല്ലൊരു സഭായം നടന്ന് അവസാനം ആശീർവാദം പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ തപ്പി ആശീർവാദം പറഞ്ഞാൽ ഉണ്ടാകുന്ന ആമേൻ ഹല്ലേലൂയ ആ ശോഭകേട്. After a great nice Sunday worship, at the end, if the benediction is messed up, പക്ഷേ ഈ മഹാപുരോഹിതൻ കടന്നു വന്നു കഴിയുമ്പോൾ when this high priest, when he അവൻ comes തന്റെ out, ജനത്തെ കൂടി നിൽക്കുന്ന ജനത്തെ നോക്കുവാനിടയാകും. he look at the people, ഇസ്രായേൽ ജനത്തെ നോക്കുവാനിടയാകും. look at the people of Israel, യഹോവയുടെ മക്കളെ look at the നോക്കുവാനിടയാകും. children of ആമേൻ. ആ God. ദൈവം തനിക്ക് വേണ്ടി ഇറങ്ങി വന്നവന്റെ സാന്നിധ്യം വെളിപ്പെട്ടതിനെ ഓർക്കും. He will think of their presence that came down. അവരെ അനുഗ്രഹിപ്പാൻ തന്നെ ഒരു ചാനലാക്കി ചാനൽ ഓഫ് ബ്ലെസ്സിംഗ് ആക്കി He നിർത്തിയത് will think ഓർക്കും. of how he was used as a channel of blessing, നിറഞ്ഞ with ഹൃദയത്തോടെ a complete ആമേൻ heart, filled ആത്മാർത്ഥ heart, മനസ്സോടെ very sincere ആമേൻ heart, ഹല്ലേലൂയ ഹൃദയം നിറഞ്ഞിട്ട് with a full ആമേൻ ആ overflowing കരങ്ങൾ heart, ഉയർത്തി അവരെ അനുഗ്രഹിപ്പാനിടയാകും. extends his hands and ആമേൻ. blesses the people. ജനത്തിനകത്ത് ഹല്ലേലൂയ ഒരു ചെവി ഓർത്ത് നിൽക്കുന്ന കാരണമുണ്ട്. There is a reason why ആമേൻ. the people are with അതെന്താണെന്ന് their അറിയാമോ? ears looking ആമേൻ. at him. അതെന്താണെന്ന് You know അറിയാമോ? what the reason is? ആമേൻ. പുരോഹിതൻ അവരെ നോക്കി The high priest, when he ആമേൻ looks at തന്റെ them, കരങ്ങളെ ഉയർത്തി when he extends his hand, യഹോവ നിന്നെ അനുഗ്രഹിച്ച് the കാക്കുമാറാകട്ടെ Lord എന്ന് പറഞ്ഞാൽ bless you പോരാ. and keep you. Not just that, ആമേൻ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുണ്ടാവാനാകട്ടെ എന്ന് പറഞ്ഞാൽ you പോരാ. should not just say the Lord make his face to ആമേൻ. shine upon you and ഹല്ലേലൂയ. be gracious to യഹോവ you. തിരുമുഖം നിന്റെ മേൽ ആമേൻ ഉയർത്തി ആമേൻ നിനക്ക് സമാധാനം തരുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ പോരാ. Not just that the Lord lift up his countenance ആമേൻ. upon you and give ഹല്ലേലൂയ. you peace. ആമേൻ. അവിടെ ഒരു അഹ്റോന്യ പാരമ്പര്യമുണ്ട്. There's an Aaronian ആമേൻ. ഹല്ലേലൂയ. ആമേൻ. tradition ഒരു there. നിർവൃതിയുടെ പാരമ്പര്യമുണ്ട്. There's a tradition of ആമേൻ. ഒരു completion, സംതൃപ്തിയുടെ പാരമ്പര്യമുണ്ട്. a satisfaction ആമേൻ. ഒരു tradition, അതിസന്തോഷത്തിന്റെ a പാരമ്പര്യമുണ്ട്. tradition of being great ആമേൻ. ഹല്ലേലൂയ. happiness, അത് അനുഭവിക്കുന്ന to ആമേൻ experience ദൈവ that, സാന്നിധ്യത്തിന്റെ നിർവൃതി അനുഭവിക്കുന്ന to experience the ആമേൻ completion ആ of God's presence, മഹാപുരോഹിതൻ നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് with a full heart that ആമേൻ high priest നിറഞ്ഞ will say, മനസ്സോടെ with a complete ആമേൻ heart he's രണ്ട് going to say, കരങ്ങളും ഉയർത്തി stretching out both ആമേൻ his hands. ഇപ്രകാരമാണ് പറയുന്നത്. This way is what he's going to say. ആമേൻ. ഇസ്രായേലേ, Israel, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. the Lord bless you and keep you. ആമേൻ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനായി തീരട്ടെ. The Lord make his face to shine upon you and be gracious to you. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് ആമേൻ നിന്റെ മേൽ ഉയർത്തി നിനക്ക് ആമേൻ സമാധാനം നൽകുമാറാകട്ടെ. The Lord lift up his countenance upon you and give you peace. ഇതൊരു Hallelujah. അഹ്റോന്യ പാരമ്പര്യമാണ്. This is an Aaron's ആമേൻ. tradition. തന്റെ ആ അനുഗ്രഹത്തിന്റെ വാചകങ്ങൾ എത്രയധികം നീട്ടി പറയുന്നു. How much ever extended his sentences are, ആമേൻ. അത്രയധികം അവർ ആമേഹല്യ അനുഗ്രഹിക്കപ്പെടുവാനിടയാകുമെന്നാണ് that ജനം much വിശ്വസിക്കുന്നത്. will they be blessed. That's what they Praise the believe. Lord. Hallelujah. ഇതൊരു അഹ്റോന്യ ആമേഹല്യ പൗരോഹിത്യ This പാരമ്പര്യം. is an Aaron priestly tradition. ഇന്നിപ്പോ നമുക്ക് ഇതിന്റെ ഒന്നും We ആവശ്യമില്ല. don't need that today. ഹൃദയം നിറഞ്ഞ് With ചെറിയ our hearts ശബ്ദത്തോടെ filled, പറഞ്ഞാലും even low വിങ്ങലോടെ voice, പറഞ്ഞാലും with a പറയുവാൻ broken voice, even if you സാധിച്ചില്ലെങ്കിലും can't രണ്ടു തുള്ളി say it, കണ്ണുനീരെ വീണുള്ളെങ്കിലും even 2 drops of tears it fall, will be communicated. that will be conveyed to the Lord. പരിശുദ്ധാത്മാവാം ദൈവം നമ്മോട് Holy കൂടെയുള്ളതുകൊണ്ട്. Spirit is with you. That's why you're doing that. പരിശുദ്ധാത്മാവാം ദൈവം നമ്മോട് It's കൂടെയുള്ളതുകൊണ്ട്. because the Holy Spirit is with you. ഹല്ലേലൂയ. ഈ ഒരു അനുഗ്രഹം This blessing, ഇതിൽ നിന്നാണ് ആമേ പൗരാണിക സഭകളിൽ പുരോഹിതന്മാർ ഇപ്രകാരം നീട്ടി ചൊല്ലുവാനും നീട്ടി അനുഗ്രഹിപ്പാനും ഇടയായി. it is from this that ancient churches, priests started extendingly saying. അതുകൊണ്ട് നമ്മുടെ ദൈവദാസന്മാർ ആരെങ്കിലും അങ്ങനെ നീട്ടി പറഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നുന്നുണ്ട്. So even if our pastors say that, ആമേൻ. you should not feel ഹല്ലേലൂയ. bad about ആമേൻ. it. അതിൽ 25 26 വാക്യങ്ങളാണ് നാം വായിച്ചത്. 25 and 26 is what we ആമേൻ. read. ഹല്ലേലൂയ. യഹോവ ആമേൻ തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവം. God who blesses his people. യഹോവ തന്റെ ജനത്തെ സൂക്ഷിക്കുന്ന ദൈവം. Lord who keeps his people. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ആമേൻ. പൈതലിന്റെ 1.5 ആമേൻ മാസക്കാലത്തെ ഡ്രൈവിംഗ് സൂക്ഷിച്ച ദൈവം. A God who kept ആമേൻ. kids 1.5 നമ്മളെ months worth of working, ഏവരെയും സൂക്ഷിച്ച driving. ദൈവം. A God who kept us. ആമേൻ. നമ്മളെ തൊടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതിനെ തൊടാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. There is a work of the Spirit ആമേൻ. that touches us but not മധ്യത്തിലും നമ്മെ directly. സൂക്ഷിക്കുന്ന A God who keeps us in midst of that. Praise the Lord. Hallelujah. Praise the Lord. Amen. ആമേൻ. അങ്ങനെ പുരോഹിതന്മാർ പത്യരൂപേണ ആമേൻ എത്രയധികം നീട്ടാമോ അത്രയധികം നീട്ടിയാണ് ആമേൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹം അവരുടെ മേൽ So ചുമത്തപ്പെടുവാനിടയാകുന്നത്. even poetically, priests would say how much ever they can to bless these people. ആമേൻ. ഇസ്രായേലിന്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും
എല്ലാ നന്മകളുടെയും ഉറവിടം യഹോവയായ ദൈവം. Israel's blessings, all of that, the starting of all of that is from the Lord. അതുകൊണ്ടാണ് പലപ്പോഴും നാമും പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ പ്രാർത്ഥിക്കേണ്ട കർത്താവേ, നീ തരാത്തതൊന്നും എൻ്റെ കയ്യിൽ വരുവാനിടയാകരുത്. That is why we need to pray, God, I should not have anything that you don't give നീ me. അനുവദിക്കാത്തതൊന്നും I don't പ്രാപിപ്പാനിടയാകരുത്. mean anything that you don't allow in my നീ life. കൂടെ വരാത്ത ഒരിടത്തും I don't want to പോകുവാനിടയാകരുത്. go anywhere where you're not with me. Praise the Lord. Lord. Hallelujah. നമ്മോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും വിശേഷാൽ പ്രാർത്ഥിക്കാം. We need to pray for us and especially for ആമേൻ, our children. ഹല്ലേലൂയ. ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. Nobody should be എന്നാൽ feared. നാം കോഷ്യസ് ആയിരിക്കേണ്ടത് But we ആവശ്യമാണ്. need to be very cautious. പൈശാചിക ആരാധന ഈ ദേശത്ത് വളരെ ശക്തി പ്രാപിച്ചു. Satanic worship is getting more stronger in the city. അതിന്റെ ചില ബഹിർസ്ഫുരണങ്ങളായ ബ്ലാക്ക് മാജിക്കും ഓജോ ബോർഡും അതിന്റെ അപ്പുറത്തേതുമൊക്കെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരുപാട് വ്യാപിച്ചിരിക്കുക. Some of the outcomes of that Ouija board and black magic is becoming very prevalent among children. കേരളത്തിലെ കലാലയങ്ങളിൽ മയക്കുമരുന്നിന്റെ അതിപ്രസരണം ഉണ്ടായപ്പോൾ വളരെ ദുഃഖം തോന്നുവാനിടയായി. Universities in Kerala, when drugs started becoming big thing, I felt bad, I felt sad. Even schools. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ദൈവകൃപയാൽ അനേക ദൈവമക്കളും ദൈവദാസന്മാരും പ്രാർത്ഥിച്ചു. By the grace of God, so many children of the Lord and pastors pray. ഗ്രൂപ്പിൽ കണ്ണുനീരോടെയാണ് ഒരുപാട് ധാരാളം ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. Tearfully in our prayer groups I've seen people ദൈവകൃപയാൽ pray. ദൈവം ഒരു മന്ത്രിസഭയെ കൊണ്ടുവന്നു. By the grace of God, God brought a cabinet. ആമേൻ, ഹല്ലേലൂയ. 1000-ലധികം ആൾക്കാരെ പിടിച്ച് കേസാക്കി കഴിഞ്ഞു. 1500-ലധികം എന്നാണ് കേൾക്കുവാൻ. They've already got 1500 plus ആമേൻ, people ഹല്ലേലൂയ. charged അതിനൊരു cases on them. നിയന്ത്രണം വന്നു There is a കഴിഞ്ഞിരിക്കുന്നു. limit, control has been brought for that. ആമേൻ. എന്തിനാണ് രാഷ്ട്രീയക്കാർ ഇത് അനുവദിക്കുന്നത്? You know why politicians allow this? അവർക്ക് ധാരാളം ബ്ലാക്ക് മണി Because ഉപയോഗിക്കാറുണ്ട്. they can use a lot of their black money for ആമേൻ this. ചിലരെ കൊണ്ടുവരുമ്പോൾ But when God brings people, ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ അവർ പ്രവർത്തിക്കുക. they will operate in the control of the Lord. അത് തലമുറകളോടുള്ള ബന്ധത്തിൽ നാം ജനിച്ചു വളർന്ന സംസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ ഒരു ആശ്വാസമാണ്. That's a big relief in terms of our place. എന്നാൽ ഈ ദേശത്തോടുള്ള ബന്ധത്തിൽ But in relation to this city, praise the Lord, hallelujah, praise the Lord, amen. നമ്മുടെ തലമുറകളൊക്കെ ഇങ്ങനെ ഏകാഗ്രതയില്ലാതെ ചിന്താ നിമഗ്നരായിരിക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ ഭയം തോന്നാറുണ്ട്. Sometimes when I see our children not concentrating and thinking about other things, I അവർ feel ഏത് scared. ലോകത്തിലാണെന്ന് അറിയില്ല. Sometimes I wonder which world they are in. അവരുടെ ചിന്ത എന്താണെന്ന് അറിയില്ല. I don't know what they're thinking. അവരല്പം കഴിയുമ്പോൾ എന്ത് പ്രവർത്തിക്കുമെന്നറിയില്ല. We have no clue what they're going to do next. ആമേൻ, ഹല്ലേലൂയ. വല്ലാത്തൊരു അനുഭവത്തിലൂടെയാണ് ദൈവജനത്തിന്റെ തലമുറകൾ ഈ ദേശത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. Children of the kids of children of God are going through a worse situation in this വെളിപ്പെടേണ്ട land. ബുദ്ധിയും ജ്ഞാനവും പിശാച് ആമേൻ, ഹല്ലേലൂയ, കുരുടാക്കിക്കൊണ്ടിരിക്കുകയാണ്. Satan has blinded up the wisdom and knowledge that has to be revealed on these അവരിൽ children. വെളിപ്പെടേണ്ട ടാലന്റുകളെ പിശാച്, ഹല്ലേലൂയ, Satan is ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. binding up talents that has to be revealed in ആമേൻ. these children. 100% ബുദ്ധി കൊടുത്തതിന് 50% പോലും പഠിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് When മാറിക്കൊണ്ടിരിക്കുകയാണ്. God has given you 100% of your thinking ആമേൻ. capacity, you ഇത് can only ഈ use 50% ശക്തിയുടെ of that. ആമേൻ, ഇത് ഈ ശക്തിയുടെ അതിപ്രസരണമാണ് അതിന് കാണുവാൻ This is കഴിയുന്നത്. an effect of this power in your life, on the ഒരു life of മുട്ടായി, children. One ഒരു candy, ഗിഫ്റ്റ്, one gift, ആമേൻ, ഒരു വാചകം. one sentence. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ആമേൻ. ഈ നാളുകൾ വളരെയധികം നാം പ്രാർത്ഥിക്കണം. We have to be very prayerful. ആമേൻ, ഹല്ലേലൂയ. അവൻ Hallelujah. തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യുകയില്ല. He's not a God who does anything for ആമേൻ, our ഹല്ലേലൂയ. downfall. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു നിരൂപണമുണ്ട്. He has a plan for നമ്മുടെ us. തലമുറകളെ കുറിച്ചൊരു He has a നിരൂപണമുണ്ട്. plan for our ആമേൻ. children. അത് തിന്മയ്ക്കായിട്ടല്ലവേ അല്ല. Not for our downfall. ആമേൻ. അത് നന്മയ്ക്കായിട്ടത്രേ. It is for our good. ആമേൻ, ഹല്ലേലൂയ. നാം അതിനു വേണ്ടി ദിവസങ്ങളിൽ സമർപ്പിച്ച് We need to പ്രാർത്ഥിക്കണം. submit and pray for that. ആമേൻ. these അതിനു days. വേണ്ടിയുള്ള ഒരു കോൺസെൻട്രേഷൻ We need to നമുക്കുണ്ടാകണം. be very concentrated. ആമേൻ, ഹല്ലേലൂയ. in our prayers. ആ പുരോഹിതൻ ഇറങ്ങി വന്ന് പറയുന്ന കാര്യങ്ങൾ ഇതാണ്. This is what the high priest says when ആമേൻ. he comes up. ഇസ്രായേലിന്റെ അനുഗ്രഹത്തിന്റെ ഉറവിടമായ ദൈവം God who is the starting of all നിങ്ങളെ of Israel's blessings. അനുഗ്രഹിക്കട്ടെ. Let him bless you. നിങ്ങളെ സൂക്ഷിക്കട്ടെ. Let him keep you. നിങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. Let him shine his face നിങ്ങളോട് upon you. കൃപയുള്ളവനാകട്ടെ. Let him be gracious അവൻ to നിങ്ങളെ you. ഉയർത്തുമാറാകട്ടെ. Let him uplift അവൻ you. നിങ്ങൾക്ക് Let him give സമാധാനം you നൽകുമാറാകട്ടെ. peace. Hallelujah. 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 പച്ചവെള്ളം കുടിച്ചും ജീവിക്കാം. You can just live on drinking just water, സമാധാനമില്ലാതെ ജീവിപ്പാൻ കഴിയില്ല. but you can't live without peace. Praise the Lord. Hallelujah. ആമേൻ. അതുകൊണ്ടാണ് നമുക്കൊരു സമാധാന പ്രഭുവിനെ That is നൽകുവാനിടയായി. why we have a Prince of Peace. അതുകൊണ്ടാണ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് വചനം പറയുവാനിടയായി. Those who make peace are blessed. അതുകൊണ്ടാണ് യേശു പറഞ്ഞ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് That തന്നിട്ട് is why പോകുന്നു. Jesus says, I leave you my peace. അത് ഈ and ലോകം തരുന്നത് it's പോലെയല്ല. not like how the world Praise gives the you. Lord. Hallelujah. ആമേൻ. ഹല്ലേലൂയ. Hallelujah. യഹോവ
യഹോവ അവർക്കായി അവരുടെ അടുത്തേക്ക് ആമേൻ സ്വർഗം വിട്ടിറങ്ങി വന്ന് ആമേൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. The Lord is coming down from the heaven and working in their lives. Praise the Lord. Hallelujah. ആമേൻ പുരോഹിതൻ ജനത്തിന്റെ മുമ്പിൽ വന്ന് ആമേൻ ഇങ്ങനെ നീട്ടി പറഞ്ഞവരെ അനുഗ്രഹിക്കുമ്പോൾ, യഹോവയുടെ അനുഗ്രഹം അവരുടെ മേൽ വെക്കുമ്പോൾ, അവരെ ആശീർവദിക്കുമ്പോൾ, when this priest comes out and extends and stretches his lines and blesses them, ആമേൻ തന്റെ ജനം സന്തോഷാതിരേകത്താൽ നിറഞ്ഞ് ആമേൻ തുള്ളിച്ചാടി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആമേൻ എല്ലാവരോടും നോക്കി ശാലോം എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്നത് ആമേൻ സംതൃപ്തിയോടെ കണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ സന്തോഷിക്കുന്ന ഒരു സ്വർഗം അവിടെയുണ്ട്. ആമേൻ ആ തിരുനിവാസത്തിന്റെ അകത്ത് there is a heaven that looks up and sees his people rejoicing and saying shalom to each other and going back happily. കാരണം പർപ്പസ് പൂർത്തീകരിക്കപ്പെടുകയാണ്. Because the mission is complete. എന്തായിരുന്നു പർപ്പസ്? What was the mission? Amen. Let them make me a sanctuary so that I may dwell among them. Amen. ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്കൊരു തിരുനിവാസം ഉണ്ടാക്കട്ടെ. Let them make a sanctuary for me that I live among them. Praise the Hallelujah. Lord. Hallelujah. Amen. ആ വചനത്തിന്റെ ആ പ്രയത്നത്തിന്റെ പൂർത്തീകരണമായി ഇവിടെ കാണുന്നത്. We see the completion of that work and that word here. ആമേൻ. ഒരു വർഷത്തെ അധ്വാനത്തിന്റെ, ഒരു വർഷത്തെ വേദനയുടെ, ഒരു വർഷത്തെ രോഗത്തിന്റെ ആമേൻ എല്ലാം ശമനമാണ്. പുതുവർഷത്തിലേക്കുള്ള അനുഗ്രഹമാണ് കാണുന്നത്. This blessing is a result of 1 year's worth of pain and sickness and problems. That's what we see here. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വേഗം വായിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ആമേൻ ഹല്ലേലൂയ. ഞാൻ അവളെ അനുഗ്രഹിച്ച് ആമേൻ ഹല്ലേലൂയ അവളിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും. അബ്രഹാമ്യ ഉടമ്പടി 12-ാം അധ്യായത്തിൽ നാം കാണുന്നു. We can see he's saying I will bless her and give her ആമേൻ you an ഹല്ലേലൂയ. offspring from her. ഉടമ്പടിയുടെ ആമേൻ ഹല്ലേലൂയ ആമേൻ റീഇറ്ററേഷനും അതിന്റെ ഹല്ലേലൂയ എക്സ്പാൻഷനുമാണ് ആമേൻ 17-ാം അധ്യായത്തിൽ കാണുവാനിടയാകുന്നത്. We see the completion of the covenant to Abraham in chapter 17. ആ 17-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ആമേൻ ഹല്ലേലൂയ ഈ ആശീർവാദത്തിന്റെ ആമേൻ മർമ്മം മറഞ്ഞു കിടക്കുകയാ. We can see in chapter 70 verses 16. അതാണ് നാം വായിപ്പാനിടയായത്. The meaning of the blessing we ഞാൻ read in അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്നൊരു മകനെ I തരും. will bless her and will give you a son by her. ആമേൻ. ഞാൻ ബാരനായതിനെ I അനുഗ്രഹിക്കും. will bless the barren. ഞാൻ മച്ചിയായതിനെ I will അനുഗ്രഹിക്കും. bless the barren. ഞാൻ അവളെ അനുഗ്രഹിച്ചാൽ If I bless her, ആമേൻ അവളുടെ കുറവ് തീരും. her shortcomings will be അവനെ complete. അനുഗ്രഹിച്ചാൽ When I bless him, അവന്റെ കുറവ് all പരിഹരിക്കപ്പെടും. his shortcomings will ഞാൻ be solved. അവളെ അനുഗ്രഹിച്ച് When I bless her, ഞാൻ നിന്റെ ജീവിത പങ്കാളി when അനുഗ്രഹിച്ച് I bless your ഞാൻ partner, സാറായി അല്ല അവളെ സാറായാണ് She's ഞാൻ not- സാറായി she's അനുഗ്രഹിക്കും. not Sarai anymore, she's ഞാൻ Sarah. I'll അവളെ bless her. അനുഗ്രഹിച്ച് I will bless her. അവൻ അവളിൽ നിന്ന് From her, എവിടെ നിന്ന് ലഭിക്കയില്ല എന്ന് ചിന്തിച്ചുവോ? where you thought you won't receive any blessings, എവിടെ നിന്ന് പ്രാപിക്കയില്ല എന്ന് ചിന്തിച്ചുവോ? from where you thought you won't receive anything, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമെന്ന് when ചോദിച്ചുവോ? you asked when anything ആമേൻ. good coming out of അവിടെ Nazareth, നിന്ന് തന്നെ right from there, ആ മരുഭൂമിയിൽ നിന്ന് hallelujah, തന്നെ from that desert, ആമേൻ. ആ hallelujah, ഊഷര ഭൂമിയിൽ നിന്ന് തന്നെ from that barren ഒരു land, തലമുറയ്ക്കുള്ള hallelujah, നീരുറവ ഞാൻ പുറപ്പെടുവിക്കും. I will bring out an offspring. വായിച്ചാട്ടെ. അവളെ അനുഗ്രഹിച്ച് ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും ഞാൻ അവളെ അനുഗ്രഹിക്കുകയും I will bless her. വായിച്ചു. അവൾ ജാതികൾക്ക് മാതാവായി അവൾ തീരുകയും ജാതികൾക്കും മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും. രാജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. She shall become nations and kings of people shall come from her. ആമേൻ. ഊറിലുള്ളവർ പറയുവാനിടയായി. People in Ur will say, ആമേൻ. അബ്രഹാമിന്റെ ഭാര്യ മച്ചിയ. they will say that Abraham's wife is ആമേൻ. barren. അവന് തലമുറകളില്ല. He does not have children. ആമേൻ. അവന്റെ മാതാപിതാക്കൾ ആമേൻ ഹല്ലേലൂയ വേദനപ്പെട്ട് കാണും. His parents would have been troubled. എന്റെ മകൻ ഒരു ഉദരബലമില്ലാതെ പോയല്ലോ. Oh, my son doesn't have a ആമേൻ. child. അവന്റെ ചാർച്ചക്കാരും സ്നേഹിതരും ചുറ്റുപാടുമുള്ളവരും എല്ലാം പറഞ്ഞു, ആമേൻ, അബ്രഹാമിനൊരു തലമുറ ഉണ്ടാകയില്ല.
Everybody around him said Abraham will not have any more കാരണം children അവന്റെ ഭാര്യ മച്ചിയാ. because his wife is barren. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ആമേൻ. എല്ലാവരും കുറ്റം പറഞ്ഞു പക്ഷം പിടിച്ചു നിന്ന് ഒറ്റപ്പെടുത്തുമ്പോൾ നീ ഒറ്റപ്പെടുവാൻ സമ്മതിക്കാത്തൊരു ദൈവമുണ്ട്. Everybody judge you and isolate you and alienate you. There is a ആമേൻ. God who will അനാദി not നിർണയങ്ങളുള്ള ഒരു isolate. ദൈവമുണ്ട്. There is a God who has planned things ആമേൻ. from നിനക്ക് very ഭാരപ്പെട്ടു beginnings. പോകുവാൻ സാധ്യമല്ല. He will not allow you to be നിനക്ക് troubled and burdened. നിരാശപ്പെട്ടു പോകുവാൻ സാധ്യമല്ല. He will not allow you to be downcast. ഞാൻ അവളെ അനുഗ്രഹിക്കും. I will bless her. ഞാൻ അവളിൽ നിന്ന് ഒരു തലമുറയെ പുറപ്പെടുവിക്കും. From her I will bring forth an offspring. അവൾ ജാതികൾക്ക് മാതാവായി തീരും. She will become a mother to nations. ആമേൻ. ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുവാനിടയാകും. Kings of peoples shall come from her. Praise the Lord. Hallelujah. ഞാൻ ആമേൻ യഹോവ നിന്റെ മേൽ പ്രകാശിച്ച് The Lord will shine നിന്നോട് upon you. May കൃപയുള്ളവനാകട്ടെ. he be gracious to you. ദൈവത്തിന്റെ പ്രകാശം നമ്മുടെ മേൽ വന്നാൽ When the light of the Lord comes on us, ആമേൻ അവന്റെ കൃപ നമുക്ക് നൽകിയാൽ when his grace is given to us, നോ യേസായി മാറുവാനിടയാകും. no's will become yeses in your അസാധ്യങ്ങൾ life. സാധ്യമായി മാറുവാനിടയാകും. Impossible will become possible in your Praise life. the Lord. Hallelujah. Praise the Lord. Hallelujah. ആമേൻ. 13 വർഷത്തിന് ശേഷം ആമേൻ 40 അടുത്ത് പ്രായമാകുമ്പോൾ ആമേൻ ഒരു ഉദരഫലം ഉണ്ടാകുകയില്ല എന്ന് വൈദ്യശാസ്ത്രം എഴുതി വെച്ചിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ. ആമേൻ കഴിഞ്ഞ ആഴ്ച ആമേൻ ഒരു തലമുറയെ കയ്യിലെടുക്കുവാൻ എൻ്റെ സ്നേഹിതന് ആമേൻ ദൈവം കൃപ A കൊടുക്കുവാനിടയായി. friend of mine had the blessing, had the privilege to Praise the Lord. take a child in his hands after medical science told him that he ഉള്ളിന്റെ won't ഉള്ളിൽ become a വേദന father. ഉണ്ടായിരുന്നുവെങ്കിലും Even if he had അവർ hurt രണ്ടുപേരും deep in his നിരാശപ്പെട്ട് heart, ഞാൻ കണ്ടിട്ടില്ല. I've never seen them sad Praise in the their Lord. lives. Amen. ആമേൻ ഹല്ലേലൂയ. മച്ചി എന്ന് ലോകം പറഞ്ഞവളെ കുറിച്ച് പറയുകയാ. God, the world ആമേൻ ഹല്ലേലൂയ. declares his അവളുടെ barren മേൽ about her it's saying. യഹോവയായ ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ മുഖം ഒന്ന് On ഉയർത്തപ്പെടുവാൻ. her the face of the Lord will be lifted up. ആമേൻ. അവന്റെ Hallelujah. മുഖം അവളുടെ മേൽ ഉയർത്തിയാൽ When his countenance is അവന്റെ lifted up on കൃപ her, അവളുടെ മേൽ വരും. his grace will come upon ആമേൻ her. ഹല്ലേലൂയ. അവൾ ജാതികൾക്ക് മാതാവായി മാറും. She will become a mother to nations. ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് പുറപ്പെടുവാനിടയാകും. Kings of nations will come forth ആമേൻ from her. ഹല്ലേലൂയ. ആമേൻ Hallelujah. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് In relation to that, ലേവ്യ പുസ്തകം 26 അധ്യായം 3 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ Leviticus 26. ആമേൻ ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28 അധ്യായം അതിന്റെ 2 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ Deuteronomy 28:2. ആമേൻ ഹല്ലേലൂയ. പരദേശിയായിരുന്ന അബ്രഹാമിന് Abraham was a sojourner. ആമേൻ അപ്പനെയും അമ്മയെയും വിട്ട അബ്രഹാമിന് Abraham who left his ആമേൻ parents. ഹല്ലേലൂയ. ചാർച്ചക്കാരെയും ബന്ധുമിത്രത്തെയും സ്വന്തം ദേശത്തെയും വിട്ട അബ്രഹാമിന് Abraham who left his own and his ആമേൻ relatives and his അവന്റെ land. തലമുറയ്ക്ക് For his ആമേൻ offspring, ദൈവ സമ്പത്ത് കൊടുക്കുകയാ. God gives wealth to his ദൈവം offspring. അവർക്കൊരു ലാൻഡ് കൊടുക്കുകയാ. God gives a land to his ദൈവം children. അവർക്ക് മതിയായ നല്ല ആരോഗ്യം Gives കൊടുക്കുകയാ. them enough health that they need. ആമേൻ ഹല്ലേലൂയ. Hallelujah. ആമേൻ. അതിന് കാരണം The reason for that, അവന്റെ മുഖം അവരുടെ മേൽ because ഉയർത്തുവാനിടയാ. his countenance was ആമേൻ lifted on ഹല്ലേലൂയ. them. അവന്റെ Hallelujah. മുഖം അവരുടെ മേൽ His പ്രകാശിപ്പിപ്പാനിടയാ. face was shining on them. Hallelujah. Praise the Lord. Hallelujah. എവിടെയാണ് ദൈവവേദന നിനക്കൊരു റേ ഓഫ് ഹോപ്പ് കാണുവാൻ കഴിയാതെ? Where can't you see a ray of hope? ഏത് dear children of വിഷയത്തിലാ God? ഇത് എങ്ങനെയായിത്തീരുമെന്ന് ചിന്തിക്കുന്നത്? What matter and issue of your life ആമേൻ. are you ഭാവി finding it hard? എന്തായിത്തീരുമെന്ന് ചിന്തിക്കുന്നത്? Well, why are you thinking about ആമേൻ your ഹല്ലേലൂയ. future മച്ചി with എന്ന് no hope? പറഞ്ഞവളെ ജാതികൾക്ക് മാതാവാക്കുമെന്ന് പറഞ്ഞ Somebody ദൈവം. who was told is barren is ആമേൻ. the mother to ജാതികളുടെ nations. രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുമെന്ന് Kings പറഞ്ഞ of ദൈവം. nations will come from ഈ the Lord who ഈ said that. ദൈവത്തിന്റെ പേര് യഹോവ എന്ന. This Lord's name is ആമേൻ. Jehovah. സർവശക്തനാവൻ His name is കേട്ടോ. Almighty. ആമേൻ. നിന്റെ ചിന്തകളോട് നീ ഒന്ന് വിട പറഞ്ഞേ. You should say bye to your thoughts. നിന്റെ that bring you ഹല്ലേലൂയ. down. ആമേൻ ഹല്ലേലൂയ. കണക്കുകൂട്ടലുകളോട് നീ ഒന്ന് വിട പറഞ്ഞേ. Say bye to your calculations. ആമേൻ ഹല്ലേലൂയ. നിന്റെ സംശയങ്ങളോടൊന്ന് വിട പറഞ്ഞേ. You need to cut എന്നിട്ട് relations with അവന്റെ your doubts. സന്നദ്ധിയിൽ നീ ഒന്നിരുന്നേ. You sit in his presence. ആമേൻ. ആ Hallelujah. തിരുമുഖത്തേക്ക് നോക്കിക്കേ. Look upon his face. എന്തിനാ നോക്കുന്നതെന്ന് Hallelujah. അറിയാമോ? You know why you look ആ upon his തിരുമുഖം face? നിന്റെ മേൽ ഉയർത്തുന്നോ എന്ന് Because നോക്കാൻ. you need to look at ആ when his face തിരുമുഖം is നിന്റെ lifted മേൽ on you. ഉയർത്തുന്നോ എന്ന് നോക്കാൻ. You need to look at his ആ face lifted തിരുമുഖം on നിന്റെ you. മേൽ പ്രകാശിപ്പിക്കുന്നോ You need to എന്ന് see നോക്കാൻ. if his face shine ആമേൻ. ആ upon you. തിരുമുഖം നിന്റെ മേൽ Hallelujah. പ്രകാശിപ്പിക്കുന്നോ എന്ന് You need to നോക്കാൻ. see if that face ആ is shining തിരുമുഖം on നിന്റെ you. മേൽ ഉയർത്തിയാൽ, If his face ആ is lifted തിരുമുഖം on നിന്റെ you, മേൽ പ്രകാശിച്ചാൽ, if it's shining ആമേൻ, on നിന്റെ you, തലമുറ your അനുഗ്രഹിക്കപ്പെടും. children will be നീ blessed. അനുഗ്രഹിക്കപ്പെട്ട You തലമുറയുടെ will മാതാവാകും. become a mother to bless the children. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ആമേൻ. Praise the Lord. Hallelujah. ആമേൻ. എല്ലാം വിട്ടിട്ട് പുറപ്പെട്ടതാ. Hallelujah. You've left everything and ആമേൻ. you started a new അബ്രഹാമിന്റെ
അബ്രഹാമിനോട് ആ ദൈവത്തിന് ഉടമ്പടിയുള്ളത്. That God has a covenant to ആ Abraham. ഉടമ്പടിയിൽ അവന്റെ കുടുംബവുമുണ്ട്, In that covenant, his അവന്റെ family is there. തലമുറകളുമുണ്ട്, His children are there. ബഹുജാതികളുമുണ്ട്. All nations ആ are there. സഹോദരിയോട് പറയുകയാ, To that sister, he അവളുടെ says, ഉദരത്തിൽ നിന്ന് രാജാക്കന്മാർ from പുറപ്പെടുമെന്ന്. her womb, kings will come forth. കുറച്ച് Hallelujah. കാണല്ല നീ, You should not see people less. കുറച്ച് കാണല്ല നീ. You should not see നിന്റെ people less. മനസ്സിന് നീ ഹല്ലേലൂയ break Hallelujah. ഇടണം. You need to give a ആമേൻ. break to your നീ thoughts. ദൈവത്തിൽ You വിശ്വസിക്കണം. need to start trusting in നീ the Lord. ദൈവവചനത്തിൽ വിശ്വസിക്കണം. You trust in the word of നീ the Lord. ദൈവത്തിന്റെ പ്രവാചകരിൽ വിശ്വസിക്കണം. You should trust in his prophets നീ and his people. വചനത്തിന്റെ വെളിപ്പാടിൽ വിശ്വസിക്കണം. You need to trust in the visions and the ചെറിയ revelations of the word of കാര്യമാണോ God. പറഞ്ഞത്? It's not a small thing. ആമേൻ. ഹല്ലേലൂയ. അവൾ ബഹുജാതികൾക്ക് She മാതാവാകും. will become a mother to ആമേൻ. നിന്റെ nations. ഭാര്യയെ ഞാൻ I അനുഗ്രഹിക്കും. will bless your wife. ആമേൻ. അവളിൽ നിന്ന് ജാതിയുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. Kings of peoples will come forth from her. Praise the Hallelujah. Lord. Hallelujah. വീട് പണിയുന്നവർ A തള്ളിക്കളഞ്ഞത് stone that's been rejected by the builders. അതിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന A ദൈവം. God who makes that the ആമേൻ. cornerstone. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ആ അനുഗ്രഹത്തിനകത്ത് പറയുകയാ, In that blessing it's ആമേൻ. mentioned. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു സമ്പത്തുണ്ടാകുവാൻ്റെയാ, You are going to get a wealth. നിങ്ങൾക്കൊരു You're ഇടമുണ്ടാകുവാൻ്റെയാ, going to have a place. നിങ്ങളുടേതെന്ന് പറയുവാൻ ആമേൻ ഒരു ഹല്ലേലൂയ ലാൻഡ് You're going ഉണ്ടാകുവാൻ്റെയാ, to have a land to call the ആമേൻ. your own. നിങ്ങൾക്ക് ഹല്ലേലൂയ ഞാൻ ബഹു ആരോഗ്യം Going to നൽകുവാനിടയാകും. give you health. ആമേൻ. ലേവ്യ 26:3 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങൾ, 26 verses. ആവർത്തനം 28 2 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ. Deuteronomy 28:2. ആമേ ഹല്ലേലൂയ. സങ്കീർത്തനം 121 ആമേ ഹല്ലേലൂയ ഒക്കെ ഈ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയതാ. Psalm 121 and all is written according to these ആമേൻ. verses. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. My presence will go forth with you. നാം ഉറങ്ങുമ്പോൾ അവന്റെ സാന്നിധ്യം, When we sleep, his നാം presence. ഉണരുമ്പോൾ അവന്റെ When we സാന്നിധ്യം, wake up, his നാം presence. ഡ്രൈവ് ചെയ്യുമ്പോൾ അവന്റെ When we സാന്നിധ്യം, drive, his presence. ദേഷ്യപ്പെട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും അവന്റെ When സാന്നിധ്യം, we drive with ആമേൻ. rage, his പരസ്പരം presence. വഴക്കടിച്ചുകൊണ്ട് ഡ്രൈവ് When we ചെയ്യുമ്പോഴും അവന്റെ fight and സാന്നിധ്യം. drive, his presence. Praise the Lord. Hallelujah. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ. My presence with ആമേൻ. you. ഹല്ലേലൂയ. ആമേൻ. Hallelujah. അതിന്റെ വെളിച്ചത്തിലാണ് 121 സങ്കീർത്തനം ആമേൻ എഴുതപ്പെടുവാനിടയായത്. In light of that, Psalm 121 is ആമേൻ. written. ഞാൻ എന്റെ കണ്ണ് ആമേൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. I lift up my eyes unto the hills. എന്റെ സഹായം പർവ്വതത്തിൽ നല്ല കേട്ടോ. My help is not from the ആമേൻ. എന്റെ hills, സഹായം പർവ്വതത്തിൽ നല്ല കേട്ടോ. not from the mountains. ആമേൻ. ചിലര് പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങളുടെ സഹായം പർവ്വതത്തിൽ നിന്നാണെന്ന്. Some people pray our help ആമേൻ. is from the പർവ്വതം mountains. നിന്റെ വിസിനിറ്റിക്കകത്താ നിൽക്കുന്നത്. The mountains in your vicinity. എന്നാൽ അതിന്റെ അപ്പുറത്ത് But beyond that, നിനക്ക് കാണുവാൻ കഴിയാത്ത മണ്ഡലത്തിൽ so നിന്ന്, there is a realm that you ആമേൻ, can't നീ see. ചിന്തിക്കാത്ത മണ്ഡലത്തിൽ നിന്ന്, From a realm that you ആമേൻ, can't നിനക്ക് think. വേണ്ടി ഒരു അദൃശ്യകരം Hallelujah. വരും. There's an invisible hand ആമേൻ. that's going to come ഞാൻ down for എന്റെ you. കണ്ണ് I lift up my ആമേൻ eyes സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിങ്കിലേക്ക്, to the Lord of hosts, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവങ്കിലേക്ക്, to a God who created the ആമേൻ, heavens and the എന്റെ earth. സഹായം Hallelujah. അവങ്കിൽ നിന്ന് My വരുന്നു. help comes from that Lord. Hallelujah. Lord. Hallelujah. യഹോവയുടെ മുഖം നമ്മുടെ മേൽ ഉയർത്തിയ, When his face is lifted on us, യഹോവയുടെ മുഖം നമ്മുടെ മേൽ when പ്രകാശിപ്പിച്ച, his face is made to ആമേൻ. shine 1 on us. പത്രോസ് 1:5 വാക്യം എന്ന് 1 വായിച്ചാട്ടെ. Peter 1:5. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ ആ. അവകാശത്തിനായി തന്നെ Hallelujah. വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആമേൻ. നമ്മെ അവൻ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാ. He has redeemed us again. അബ്രഹാമിനോട് ഈ വാഗ്ദത്തം ഉണ്ടായിരുന്നുവെങ്കിൽ, If Abraham had ആമേൻ, this covenant, സാറയോട് ഈ വാഗ്ദത്തം ഉണ്ടായിരുന്നുവെങ്കിൽ, if Sarah had this covenant, അവളോട് കരുണ തോന്നിയ ഒരു ദൈവമുണ്ടെങ്കിൽ, if there is a God who's അവളെ gracious അധികം to her, മാനത്തിന് യോഗ്യനാക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ, if God made her more ആമേൻ, ആ honorable, ദൈവം ഇസ്രായേൽ മക്കളെ ആശീർവദിച്ച ദൈവമാണ് എങ്കിൽ, if that's the God who ആ blessed the ദൈവം സ്വന്തം Israelites, പുത്രന്റെ രക്തത്താൽ വീണ്ടെടുത്ത നിന്നെ, you have been redeemed by his son's ആമേൻ, blood. ഹല്ലേലൂയ, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്, To the salvation that's to be ആമേൻ, revealed at the end times. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന എനിക്കും നിനക്കും വേണ്ടി, For us who's being kept by his grace and ആമേൻ, his by the സ്വർഗ്ഗത്തിൽ faith, സൂക്ഷിച്ചിരിക്കുന്നതും, something that's being kept in the heavens, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഏതുമില്ലാത്തതായ something that is imperishable, undefiled and unfading, അവകാശത്തിന് വേണ്ടി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. redeemed and made us born again for You that and me are inheritance. regenerated. We are Hallelujah. born again. നാം Hallelujah. വീണ്ടും ജനിച്ചതാ. We have been born again. Hallelujah.
Praise the Lord. Hallelujah. ആമേൻ. അതെന്തിനു വേണ്ടിയാണ്? You know what is that for? ഒരു തലമുറയ്ക്കുള്ള അനുഗ്രഹത്തിന് For വേണ്ടിയാണ്. blessing of an ഒരു offspring. നാടിന് വേണ്ടിയുള്ള അനുഗ്രഹത്തിനാണോ? Blessing of a land. ആമേൻ. അതോ വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തിനാണോ? Or is it the blessing Yes, of your ഇതൊക്കെയും future children? അതിനകത്തുണ്ട്. All of this is എന്നാൽ included in that. ഇതിനപ്പുറത്ത് But beyond this, ആമേൻ, വാട്ടമില്ലാത്ത, something that's imperishable, ക്ഷയമില്ലാത്ത, unfading, മാലിന്യമില്ലാത്ത, some undefiled. ആമേൻ, ഒരു അവകാശമുണ്ട്. There is an inheritance. ആമേൻ, ഒരു നിത്യാവകാശമുണ്ട്. An eternal ആമേൻ, ഒരു inheritance. നിത്യ വീടുണ്ട്. Eternal home. ആമേൻ, ഒരു നിത്യതയുണ്ട്. There is an ആ eternity. നിത്യത നമ്മുടെ ഹൃദയത്തിൽ അവൻ He's വെച്ചിരിക്കുകയാണ്. kept that eternity in our hearts. Praise the Hallelujah. Lord. Hallelujah. Praise the Lord. Amen. ഇന്ന് പകൽക്കാലം ഈ ദൈവം തന്റെ തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തുകയാണ്. This Lord is lifting up his face on us today morning, ദൈവത്തിന്റെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ചു. making his face shine upon us. And he does ഇരുട്ടിൽ that. നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, Come from the darkness to വെളിച്ചത്തിന്റെ ദൈവം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, God of light who's called us from അവന്റെ darkness സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ to say of his അവൻ goodness. കൃപയുള്ള A ദൈവമാണ്. gracious God. ആമേൻ. തന്റെ മുഖം നമ്മുടെ Hallelujah. മേൽ പ്രകാശിപ്പിച്ച് He will make his face shine upon us. നമ്മോട് കൃപയുള്ള He will ദൈവം. be gracious to അവൻ us. കൃപയുള്ള ദൈവമാണെങ്കിൽ, If he's a അവൻ gracious God, വിടുവിക്കുന്ന ദൈവം, if he's a അവൻ delivering God, വീണ്ടെടുക്കുന്ന he's a ദൈവം, redeeming God, സകല പ്രതിസന്ധികളെയും അതിജീവിപ്പാൻ ശക്തി തരുന്ന God who ദൈവം, gives us the strength to സകല overcome all our ശത്രുക്കളുടെ മേലും hurdles, ജയപേരി മുഴക്കുവാൻ സഹായിക്കുന്ന ദൈവം, God who's able to give us victory സകല over all രോഗത്തിന്റെ our മേലും enemies, പാപത്തിന്റെ മേലും വിടുതലും ജയം തരുന്ന ദൈവം. God who gives us deliverance and victory over സങ്കീർത്തനം all 31:16. sicknesses and curses. Psalm 38:16. ആമേൻ. 83:7. 83 and ആമേൻ. 7. അതിന്റെ 19 വാക്യം. And the verse ആമേൻ. 19. അടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, Next we can see. ആമേൻ, യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തട്ടെ. May the Lord lift his അവന്റെ countenance മുഖം on നമ്മുടെ you. മേൽ പ്രകാശിച്ചാൽ, When his face shines അവന്റെ upon മുഖം us, നമ്മുടെ മേൽ when ഉയർത്തിയാൽ, it's lifted on ആമേൻ, us, ഹല്ലേലൂയ, അത് കാണിക്കുന്ന Hallelujah. സമാധാനമാണ്. it shows ആമേൻ. peace. absence of war. ആമേൻ. Hallelujah. യുദ്ധമില്ലാത്തൊരു അനുഭവം. A time and experience where there's no war ആമേൻ. or battles. സങ്കീർത്തനക്കാരന്റെ മറ്റൊരു വേഷം പറയുന്നുണ്ട്. Psalmist says this is another ആമേൻ. version. എനിക്ക് യുദ്ധം നേരിട്ടാലും Even if I get ഞാൻ battle, നിർഭയമായി I will വസിക്കും. not be afraid. Praise the Lord. Hallelujah. ഈ അനുഭവമുള്ളവരാ ദൈവത്തിന്റെ മക്കൾ. People with this ആമേൻ. experience are called ഹല്ലേലൂയ. children of ദൈവത്തിന്റെ God. തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തിയാൽ, When his face is lifted ആമേൻ, on ഹല്ലേലൂയ, us, നമുക്ക് സമാധാനം we ഉണ്ടാകുവാനിടയാകും. will have peace. സമാധാനം നൽകിയവൻ നമ്മെ The one who അനുഗ്രഹിപ്പാനിടയാകും. gives us peace will ആമേൻ. bless വല്ലാത്ത us. പോരാട്ടത്തിന്റെ മേൽ അവൻ ജയം All തരുവാനിടയാകും. this fight, he will give ആമേൻ. us a നമുക്കൊരു victory over വെൽ the ബീയിങ് He will ഉണ്ടാകുവാനിടയാകും. give us a well-being. ആമേൻ. നമുക്ക് Hallelujah. ആരോഗ്യം He will give us ഉണ്ടാകുവാനിടയാകും. health. Hallelujah. നമുക്ക് പ്രോസ്പെരിറ്റി God ഉണ്ടാകുവാനിടയാകും. will give us ആമേൻ. prosperity. സിന്നിന്റെ മേൽ വിടുതൽ ദൈവം തരുന്ന God will give ദൈവം. us a victory over ആമേൻ. നിത്യ sins. സാൽവേഷനാൽ നമ്മെ നിറയ്ക്കുവാനിടയാകും. Fill us with eternal സങ്കീർത്തനം salvation. 67:1-6-7 വാക്യങ്ങൾ. Psalm 67, ആമേൻ. 1, 2 6 and 7. തെസ്സലോനി 3:16. 2 Thessalonians 2 തെസ്സലോനി 3:16. 3:16 ഒന്ന് വായിച്ച് 2 അവസാനിപ്പിക്കാം. Thessalonians 3:16. Let's read and wrap up. Praise the Lord. ആ. ആമേൻ. സമാധാനത്തിന്റെ കർത്താവായവൻ, God, who is the Lord is peace. ആമേൻ, അവൻ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ആമേൻ സമാധാനം The നൽകുമാറാകട്ടെ. Lord of peace himself give you peace at all times ദൈവജനമേ, in ഒരുമിച്ചൊന്ന് every way. പറയുവാൻ കഴിയുമോ? Can you say this together? യഹോവ നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. Jehovah the man. യഹോവ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മോട് കൃപയുള്ളവരാകട്ടെ. Lift his countenance on us and be യഹോവ gracious to us. തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തി Let him നമുക്ക് raise his- സമാധാനം നൽകുമാറാകട്ടെ. To raise his face on us and give ആമേൻ. us വചനം peace. കയ്യിലുള്ളവർ അതൊന്ന് ആമേൻ ഓപ്പൺ ചെയ്താട്ടെ. Please open your ആമേൻ. Bibles if you have ഒരുമിച്ചൊന്ന് it. പറഞ്ഞാട്ട് Can you say it together? യഹോവ NCPC അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. The Lord bless NCPC and keep it. യഹോവ തിരുമുഖം NCPCയുടെ മേൽ പ്രകാശിപ്പിച്ച് ആമേൻ കൃപയുള്ളവനാകട്ടെ. Oh, let the Lord shine his face on NCPC and യഹോവ be gracious to തിരുമുഖം us. NCPCയുടെ മേൽ ഉയർത്തി ആമേൻ സമാധാനം നൽകി Let അനുഗ്രഹിക്കുമാറാകട്ടെ. the Lord lift his countenance on NCPC Church and give us peace. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ This അനുഗ്രഹിക്കുമാറാകട്ടെ. verse is God. God bless ഒരുമിച്ച് you. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Close our eyes. നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. Let's praise the Lord. നമുക്ക് പ്രാർത്ഥിക്കാം.